നമസ്കാരം, ഐഷ മൈഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക എന്നത് നമ്മളിൽ പലരുടെയും വലിയൊരു ആഗ്രഹമാണ്. സ്റ്റിക്കർ ഒട്ടിക്കുകയോ നല്ലൊരു മ്യൂസിക് സിസ്റ്റം വെക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേക ലുക്ക് കിട്ടുമല്ലോ. പക്ഷേ ഈ മോഡിഫിക്കേഷനുകൾക്ക് പിന്നിൽ വലിയൊരു നിയമവശമുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഗതാഗത കമ്മീഷണർ ഇപ്പോൾ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അനുമതിയില്ലാതെ ചെയ്യാവുന്ന 18 കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഇതിനു പുറമെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ പോക്കറ്റ് കാലിയാകുമെന്ന് ഉറപ്പാണ്. എന്തൊക്കെയാണ് ആ 18 മാറ്റങ്ങൾ എന്ന് നമുക്ക് ലളിതമായി നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ വണ്ടിയുടെ അകത്തളങ്ങളിൽ വരുത്താവുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാം. നല്ലൊരു സീറ്റ് കവർ ഇടുന്നത് വണ്ടിക്ക് പുതിയൊരു ലുക്ക് തരും. അതുപോലെ തറയിൽ വൃത്തിയായി ഫ്ലോർ മാറ്റുകൾ വെക്കാം. പിന്നെ സ്റ്റിയറിംഗ് വീലിന് ഒരു കവർ ഇടുന്നതും നല്ലൊരു ബോഡി സ്റ്റിക്കർ ഒട്ടിക്കുന്നതും ഒട്ടും കുഴപ്പമില്ല. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം, സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അത് മര്യാദയുള്ള കാണുന്നവർക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലുള്ളതാകണം എന്ന് മാത്രം. ഇനി സുരക്ഷയുടെ കാര്യമാണെങ്കിൽ ഡാഷ് കാം വെക്കുന്നത് വണ്ടിക്ക് വളരെ നല്ലതാണ്. ഒപ്പം ഒരു GPS ട്രാക്കറും റിവേഴ്സ് ക്യാമറയും പാർക്കിംഗ് സെൻസറും ഉണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. ഇന്ന് എല്ലാവരും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ വണ്ടികളിൽ വെക്കാറുണ്ട്. അതും ഒരു കുഴപ്പവുമില്ലാത്ത കാര്യമാണ്. ഇനി വണ്ടിയുടെ പുറമെ പറയുകയാണെങ്കിൽ അധിക സ്പീക്കറുകൾക്ക് വെക്കുന്നതിനോ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. നല്ലൊരു ക്രോം ഗാർണിഷ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ എന്നിവയൊക്കെ നമുക്ക് തന്നെ വെക്കാം. LED ആംബിയന്റ് ലൈറ്റുകൾ ആണെങ്കിൽ പോലും ഒരു പരിധി വിടാതെ വെക്കുകയാണെങ്കിൽ നിയമം നമ്മളെ പിടിക്കില്ല. റൂഫ് കാരിയറുകളും ടോ ഹുക്കുകളും ഒക്കെ ഈ ലിസ്റ്റിൽ പെടുന്നത് കൊണ്ട് ധൈര്യമായി ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നുമല്ലാതെ വലിയ മാറ്റങ്ങൾ, അതായത് വണ്ടിയുടെ നിറം മാറ്റുകയോ എൻജിൻ മാറ്റുകയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ വെറുതെ ചെയ്യാൻ പറ്റില്ല. അതിന് RT ഓഫീസിൽ പോയി പ്രത്യേക ഫീസ് അടച്ച് പെർമിഷൻ വാങ്ങണം. അത് നിങ്ങളുടെ RT ബുക്കിലും കൃത്യമായി രേഖപ്പെടുത്തണം. അതല്ലാതെ ആരെങ്കിലും പറയുന്നതും കേട്ട് വലിയ മാറ്റങ്ങൾ വരുത്തി നിരത്തിലിറങ്ങിയാൽ പിന്നെ പണി പാളും. കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിൽ മാത്രം 118 കേസുകളാണ് ഇത്തരം അനധികൃത മോഡിഫിക്കേഷന്റെ പേരിലെടുത്തത്. ഓരോ നിയമലംഘനത്തിനും 5000 രൂപ വീതമാണ് പിഴ. അതായത് ലൈറ്റ്, ടയർ, സൈലൻസർ ഒക്കെ കൂട്ടി മാറ്റിയാൽ 15000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ കരുതുക. അതുകൊണ്ട് പൂക്കി ആക്ഷൻ വിശ്വസിച്ച് നിയമം ലംഘിക്കരുത്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാതെ അനുവാദമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് വാഹനം ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. വാഹനപ്രേമികളായ സുഹൃത്തുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വലിയൊരു പിഴ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ മറുപടി നൽകുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.